ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലോ കൺട്രോൾ വാൾവ്സിനെ പറ്റിയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫ്ലോ കൺട്രോൾ വാൾവ് എന്ന ടോപ്പിക്കിൻ്റെ അകത്ത് ഒരു 7-8 ടൈപ്സ് ഓഫ് വാൾവ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് 8 ടൈപ്സും കൂടെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കോമൺ ആയിട്ട് നമ്മൾ കണ്ട് പരിചയമുള്ള 3 ഫ്ലോ കൺട്രോൾ വാൾവ്സിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്നെ ടെക്സ്റ്റിൽ നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. അതിന് 1-2 എണ്ണവും കൂടെ പഠിക്കാനായിട്ട് നോക്കുക. എല്ലാം കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല. 1-2 എണ്ണവും കൂടെ പഠിക്കാനായിട്ട് നോക്കുക. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 ടൈപ്പാണ് ഈ നീഡിൽ വാൾവ്, ഗ്ലോബ് വാൾവ്, ഗേറ്റ് വാൾവ് എന്നീ സംഭവങ്ങൾ. ഞാൻ ഫിഗർ ഇപ്പം കാണിക്കാം. ഇത് ആക്ച്വലി നിങ്ങൾ വരച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം, മെഷീൻ ഡ്രോയിങ്ങിലൊക്കെ വരച്ച വാൾവുകളായിരിക്കാം. ഈ ഫ്ലോ കൺട്രോൾ വാൾവ് എന്തിനാണെന്ന് വെച്ചാൽ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലോ കൺട്രോൾ വാൾവ്. അത് മേ ബി ഹൈഡ്രോളിക് ആയിരുന്നാലും ന്യൂമാറ്റിക് ആയിരുന്നാലും അതിൻ്റെ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ വാൾവ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ലേ ഔട്ട് കാണിച്ചായിരുന്നു. ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റത്തിൻ്റെ ലേ ഔട്ട് കാണിച്ചായിരുന്നു. അതിൽ കൺട്രോൾ വാൾവ് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ സാധാരണയുള്ള ലേ ഔട്ടിൽ, ആക്ച്വലായിട്ടുള്ള ലേ ഔട്ടിലൊക്കെ ഈ കൺട്രോൾ വാൾവും കൂടെ കാണും. ഈ നമ്മുടെ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ആക്ച്വേറ്ററിലോട്ട് എത്ര ക്വാണ്ടിറ്റി ഫ്ലൂയിഡ് കടത്തി വിടണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന, എന്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, എക്യുപ്മെൻ്റാണ് ഈ ഫ്ലോ കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന്, ഈ ഫ്ലോ കൺട്രോൾ വാൾവിൽ നിന്നുള്ള ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്തിട്ടുള്ള ഫ്ലൂയിഡാണ് ഡയറക്ഷൻ കൺട്രോൾ വാൾവിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിച്ചു തുടങ്ങും. അതിന് മുന്നേ ഫ്ലോ കൺട്രോൾ വാൾവ്, അത് 3 നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നു. ആ 3 ഈ കാണുന്ന 3. 1, 2, 3. ഈ 3 നിങ്ങൾക്ക് ഏകദേശം പരിചയം കാണും മെഷീൻ ഡ്രോയിങ്ങിൽ, അല്ലെങ്കിൽ പല സ്ഥലത്തോ ഒക്കെ നിങ്ങൾ, അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബിൽ തന്നെ ഇതിൻ്റെ ഫിഗറൊക്കെ നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും ഏകദേശം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ ഇല്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, അത്രയേ ഉള്ളൂ. നമുക്ക് ഈ സംഭവത്തിൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട സംഭവം അതിൻ്റെ ഫിഗർ തന്നെയാണ്. കാരണം അതിൻ്റെ വർക്കിംഗ് എഴുതാനായിട്ട് വളരെ സിമ്പിളാണ്. 2-3 സെൻറ്റൻസ് കൊണ്ട് വർക്കിംഗ് നമുക്ക് എഴുതി തീർക്കാനൊക്കെ ഫിഗർ വരയ്ക്കുന്നതാണ് ഇതിൻ്റെ മെനക്കെട്ട ജോലി എന്ന് പറയുന്നത്. ഇത് മേ ബി 10 മാർക്സിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഏതെങ്കിലും 2 ഫ്ലോ കൺട്രോൾ വാൾവ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ആദ്യം നമുക്ക് നീഡിൽ വാൾവ് നോക്കാം. ഈ വാൾവ്, ഓരോ വാൾവിനും ഓരോ വാൾവ് സിമ്പലും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോണം. ഓരോന്നിനും ഓരോ സിമ്പലാണ്. നീഡിൽ വാൾവിന് ഇങ്ങനെ ട്രയാങ്കിൾ, നീഡിൽ പോലിരിക്കുന്ന ആ ട്രയാങ്കിളാണ് വരുന്നത്. ഗ്ലോബ് വാൾവ് ആണെങ്കിൽ ഇങ്ങനെ സർക്കുലർ ഷേപ്പിലുള്ള ആ വാൾവാണുള്ളത്. ഗേറ്റ് വാൾവാണെങ്കിൽ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈനാണുള്ളത്. ഈ 2 ട്രയാങ്കിൾ എല്ലാത്തിനും കോമൺ ആണ്. ഇതിനും കോമൺ ആണെന്ന് പറയാം. അപ്പം നീഡിൽ വാൾവിനാണെങ്കിൽ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള, നീഡിൽ ഷേപ്പിലുള്ള ആ ഒരു ഇത് കാണും. ഗ്ലോബ് വാൾവ് ആണെങ്കിൽ ഇതിൻ്റെ മിഡിലിൽ ഒരു സർക്കിൾ കാണും. ഗേറ്റ് വാൾവ് ആണെങ്കിൽ മിഡിലിൽ ഒരു ലൈൻ ആയിരിക്കും, കുറച്ച് തിക്കായിട്ടുള്ള ലൈൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ വാൾവിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ലേഔട്ടൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ സിമ്പിളായിരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ സിമ്പിൾ കണ്ട് ഏത് വാൾവാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ആദ്യം നമുക്ക് നീഡിൽ വാൾവിനെ പറ്റി പഠിക്കാം. ഈ 3 വാൾവിൻ്റെയും ഡിഫറൻസ് വരുന്നത് സത്യം പറഞ്ഞത് ഈ ഒരു പോർഷന്. ഇത് ഹാൻഡ് വീലാണ്, അറിയാമല്ലോ. കാണുമ്പോൾ തന്നെ അറിയാം, ഹാൻഡ് വീലാണ്. ഹാൻഡ് വീലിൻ്റെ സ്റ്റെമ്മാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെമ്മിൻ്റെ എൻഡിലുള്ള ഷേപ്പ് എന്താണോ അതിനെ ബേസ് ചെയ്താണ് ഓരോന്നിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ നീഡിലിൻ്റെ ഷേപ്പ്, അതായത് ഒരു കോണിക്കലായിട്ടുള്ള, ടേപ്പേഡ് ആയിട്ടുള്ള, ഒരു ഷാർപ്പ് എഡ്ജുള്ള ഒരു സെക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ഷേപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ നീഡിൽ എന്ന് പറയുന്നത്. അതേസമയം ഇവിടെയാണെങ്കിൽ ഒരു ഡിസ്ക് ഷേപ്പിലുള്ള ഒരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെമ്മിൻ്റെ എൻഡിൽ ഡിസ്ക് ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് അതിനെ ഗ്ലോബ് വാൾവ് എന്ന് പറയുന്നു. ഗേറ്റ് വാൾവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്റ്റെമ്മിൻ്റെ എൻഡിൽ ഈ ഒരു പോർഷനായിരിക്കും കുറച്ച് വിഡ്ത്ത് കുറഞ്ഞ ഒരു ബ്ലോക്കാണുള്ളത്. ഇത് ഈ പോർഷനിലോട്ട്, ഈ സ്ലോട്ടിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ബ്ലോക്കാണിത്. ഇതിൻ്റെ ഗേറ്റ് വാൾവ് എന്ന് പറയും. അപ്പോൾ ബേസിക്കായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെമ്മിൻ്റെ എൻഡിലുള്ള ഷേപ്പ്, അതാണ് ബേസിക്കായിട്ടുള്ള ഡിഫറൻസ്. ഇനി ആദ്യം നമുക്ക് നീഡിൽ വാൾവ് ഡിസ്കസ് ചെയ്യാം. ഇതിൽ മിക്കവാറും ഇതായിരിക്കും ഇല്ലറ്റ് എന്ന് പറയുന്നത്. ഈ വഴിയായിരിക്കും, ഈ പാത്തിലൂടെ ആയിരിക്കും ഫ്ലൂയിഡ് ഈ ചേമ്പറിലോട്ട് എത്തുന്നത്. എന്നിട്ട് ഈ ഗ്യാപ്പിലൂടെ, ഇതൊരു ചെറിയ ഗ്യാപ്പായിരിക്കും, സർക്കുലർ ഷേപ്പിലുള്ള ചെറിയൊരു ഗ്യാപ്പായിരിക്കും. ആ ഗ്യാപ്പിലൂടെ അടുത്ത ചേമ്പറിലൂടെ അല്ലെങ്കിൽ അടുത്ത പാത്തിലോട്ട് കയറി ഔട്ട്ലെറ്റിലൂടെ പോകുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലോയുടെ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പാത്ത് ഇവിടെ കണക്ട് ചെയ്യുന്ന, ഈ 2 പാത്തും കൂടെ കണക്ട് ചെയ്യുന്നത് ഇവിടുത്തെ ചെറിയൊരു ഗ്യാപ്പിലാണ്. ആ ഗ്യാപ്പ്
ക്ലോസ് ചെയ്യുന്നത് ഈ നീഡിൽ ഷേപ്പിലുള്ള കോണിക്കൽ സർഫസിലുള്ള അല്ലെങ്കിൽ ടേപ്പേഡ് ഷേപ്പുള്ള ഈ നീഡിൽ എന്ന് പറയുന്ന ആ പാർട്ട് ഉപയോഗിച്ചാണ് ഈ ഗ്യാപ്പിനെ ക്ലോസ് ചെയ്ത് വയ്ക്കുന്നത്. ഇത് ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റെമ്മിനെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യാം. ഇത് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് ക്ലോസ് ആവുന്നു. തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അത് സ്റ്റെമ്മ് മുകളിലോട്ട് കയറി പോകുമ്പോൾ ഇത് ഓപ്പൺ ആവുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്താണ് ഇതിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഫുള്ളി താഴ്ന്ന് നിൽക്കുമ്പോൾ, അതായത് ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് നിൽക്കും, ഈ നീഡിൽ ഉപയോഗിച്ച് ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് നിൽക്കുമ്പം ഈ പാത്രം ഇൻലെറ്റ് വഴി കയറുന്ന ഫ്ലൂയിഡ് ഇവിടെ വന്ന് നിൽക്കും, അപ്പുറത്തെ പാത്രത്തിലോട്ട് കയറാൻ ഒക്കത്തില്ല. ഇതിൻ്റെ ഈ നീഡിൽ വാൾവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഗ്രാജുവലായിട്ടാണ് ഇതിൻ്റെ ഫ്ലോ ഓപ്പൺ ആവുന്നത്, അല്ലെങ്കിൽ ഗ്രാജുവലായിട്ടാണ് ഈ ഗ്യാപ്പ് ഓപ്പൺ ആവുന്നത്. കാരണം നീഡിൽ ഷേപ്പ് ടേപ്പേഡ് സർഫസ് ആണല്ലോ. അപ്പം ഈ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഗ്രാജുവലായിട്ടാണ് ഈ ഓപ്പണിങ് വലുതായി വരുന്നത്. അപ്പം തുടക്കത്തിൽ ചെറിയൊരു ഓപ്പണിംഗ് ആയിരിക്കും, പിന്നെ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യും തോറും ആ ഓപ്പണിംഗ് വലുതായി വരും. അപ്പം ഗ്രാജുവലായിട്ട് വളരെ ഫൈനായിട്ട് നമുക്ക് ഈ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ നീഡിൽ വാൾവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി രണ്ടെണ്ണത്തിലും ഇത്രയും ഫൈനായിട്ട് ഇത്രയും ഗ്രാജുവലായിട്ട് ആ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നീഡിൽ വാൾവിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ വളരെ ഗ്രാജുവലായി ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ നീഡിൽ എന്ന് പറയുന്ന പാർട്ട് ഉപയോഗിച്ചാണ് ഈ ഗ്യാപ്പിനെ ക്ലോസ് ചെയ്യുന്നത്. ആ നീഡിൽ മുകളിലോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഗ്യാപ്പ് ഉണ്ടാവുകയും ഈ ഫ്ലൂയിഡ് ഈ ഇൻലെറ്റിൽ നിന്ന് വരുന്ന ഈ ചേമ്പറിൽ നിന്ന് അടുത്ത പാത്തിലോട്ട് കയറി അങ്ങ് പോവുകയും ചെയ്യും, ഔട്ട്ലെറ്റ് വഴി പോവുകയും ചെയ്യും. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രഷർ ലോസ് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇതിൻ്റെ ലൈൻ ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ വച്ചിട്ട് അടുത്ത പാത്തിലോട്ട് കയറുകയാണ്. ഈ സെയിം ലൈൻ ഓഫ് ഫ്ലോ അല്ല ഇവിടെ കൂടെ പോകുന്നത്. ഈ ഇൻലെറ്റിൽ കൂടെ കയറി വന്ന ഫ്ലൂയിഡ് ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് അടുത്ത പാത്തിലോട്ട് കയറും. എന്നിട്ടാണ് അടുത്ത ഈ ഔട്ട്ലെറ്റ് ലൈനിൽ കൂടെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രഷർ ലോസ് സംഭവിക്കുന്നുണ്ട്. ഈ ചേമ്പറിൽ നിന്ന് അടുത്ത മുകളിലത്തെ ചേമ്പറിലോട്ട് കയറുന്ന സമയത്ത് പ്രഷർ ലോസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതാണ് നീഡിൽ വാൾവിൻ്റെ വർക്കിംഗ്. ഇതേ സിമിലർ വർക്കിംഗ് തന്നെയാണ് ഈ ഗ്ലോബ് വാൾവിനുള്ളത്. ബേസിക്കായിട്ടുള്ള ഡിഫറൻസ് ഇവിടെ നീഡിൽ ഷേപ്പിന് പകരം ഒരു ഡിസ്ക് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്തെന്ന് പറഞ്ഞാൽ, ഈ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്ത് സ്റ്റെമ്മ് മുകളിലോട്ട് മാറപ്പം അതിൻ്റെ കൂടെ ഡിസ്കും കൂടെ മുകളിലോട്ട് മാറും. അപ്പോൾ ഈ ഡിസ്ക് മുകളിലോട്ട് മാറുന്ന സമയത്ത് സഡൻ ആയിട്ട് ഒരു ലാർജ് ഗ്യാപ്പാണ് ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നത്. മറ്റേ ഇവിടുത്തെ നീഡിൽ കേസിൽ പോലെ ചെറുതായിട്ട് ഗ്രാജുവലായിട്ടല്ല ഈ ഗ്യാപ്പ് ഉണ്ടായി വരുന്നത്. ഇവിടെയാണെങ്കിൽ സഡൻ ആയിട്ടാണ് ഗ്യാപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അപ്പുറത്തോട്ട് ഫ്ലോ ചെയ്യും, അപ്പുറത്തെ പാത്തിലൂടെ കയറി ഫ്ലോ ചെയ്യുന്നതായിട്ട് വരാം. അപ്പോൾ അതായത് സത്യം പറഞ്ഞാൽ ഇത് ഗ്രാജുവലായിട്ട് ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലോബ് വാൾവ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഗ്ലോബ് വാൾവ് ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒന്നുകിൽ ഫുള്ളി ക്ലോസ്ഡ് അല്ലെങ്കിൽ ഫുള്ളി ഓപ്പൺ. ഈ രണ്ട് കണ്ടീഷനിലാണ് സാധാരണ ഗ്ലോബ് വാൾവ് യൂസ് ചെയ്യണം. ഒന്നീ ഫുള്ളായിട്ടും അത് അടച്ചു വയ്ക്കാൻ, പാത്ത് ക്ലോസ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഫുള്ളായിട്ടും ആ ഫ്ലോ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫുള്ളി ഓപ്പൺ. ഈ രണ്ട് പൊസിഷൻ മാത്രമേ ഈ ഗ്ലോബ് വാൾവിനുള്ളൂ എന്ന് പറയാം. ഫുള്ളി ക്ലോസ്ഡ് അല്ലെങ്കിൽ ഫുള്ളി ഓപ്പൺ. അല്ലാതെ ഗ്രാജുവലായിട്ടൊരു ഹാഫ് പോർഷൻ ഓപ്പൺ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ കാൽഭാഗം പോർഷൻ ഓപ്പൺ ചെയ്ത് വയ്ക്കുക, കുറച്ച് ഫ്ലൂയിഡ് മാത്രം അപ്പുറത്തെ പാത്തിലോട്ട് പോകാനുള്ള രീതിയിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കുക എന്നൊരു ആപ്ലിക്കേഷന് വേണ്ടി സാധാരണ ഗ്ലോബ് വാൾവ് യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഗ്രാജുവലായിട്ട് ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാനാണെങ്കിൽ നീഡിൽ വാൾവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ഒന്നുകിൽ ഫുള്ളി ക്ലോസ്ഡ് അല്ലെങ്കിൽ ഫുള്ളി ഓപ്പൺ, വളരെ പെട്ടെന്ന് ഫുള്ളി ഓപ്പൺ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് ഈ ഗ്ലോബ് വാൾവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാൻ നോക്കും, പെട്ടെന്ന് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കും. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഗ്ലോബ് വാൾവിനുള്ളത്. അപ്പോൾ ഇവിടെ ഈ പോർഷനിൽ ഡിസ്ക് ഷേപ്പിലുള്ള പോർഷനാണ് ഈ സ്റ്റെമ്മിൻ്റെ എൻഡിലുള്ളത്. പിന്നെ ഇവിടെയും പ്രഷർ ലോസ് ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ഫ്ലോ ഇൻലെറ്റ് വഴി വന്ന് ഈ ചേമ്പറിൽ വന്നിട്ട് അടുത്ത ചേമ്പറിലോട്ട് കയറിയിട്ടാണ് അടുത്ത പാത്തിലൂടെയാണ് ഇവിടെ ഔട്ട്ലെറ്റ് പോകുന്നത്. അപ്പം പാത്ത് എന്ന് പറയുന്ന ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇതാണ് ഗ്ലോബ് വാൾവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നീഡിൽ വാൾവ്, ഇത് ഗ്ലോബ് വാൾവ്. ഇനി അപ്പോൾ ഇത് 2 വേ വാൾവാണ്, 1 വേ വാൾവല്ല, 2 വേ വാൾവാണ്. രണ്ട് സൈഡിലോട്ടും ഫ്ലൂയിഡ് മൂവ് ചെയ്യാൻ സാധിക്കും. നീഡിൽ വാൾവ് അതുപോലെ തന്നെ രണ്ട് ഡയറക്ഷനിലും ഫ്ലൂയിഡ് മൂവ് ചെയ്യാൻ സാധിക്കും. ഇത് ഗേറ്റ് വാൾവ്, ഇതും 2 വേ വാൾവ് തന്നെയാണ്, രണ്ട് ഡയറക്ഷനിലോട്ട് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ സെയിം പാത്ത്, സെയിം ലൈൻ ഓഫ് ഫ്ലോ തന്നെയാണ്. ഈ പൈപ്പിൽ ഈ ഫ്ലോ ഇവിടെ നിന്ന് ഇതാണ് ഇൻലെറ്റ് എങ്കിൽ ഈ വഴി കയറുന്നു, എന്നിട്ട് അതേ പാത്തിൽ കൂടെ തന്നെ അതേ ലൈൻ ഓഫ് ഫ്ലോയിൽ കൂടെ തന്നെയാണ് ഔട്ട്ലെറ്റിലോട്ടും പോകുന്നത്. അപ്പം പ്രഷർ ലോസ് ഏറ്റവും കുറവ്, നമ്മളിപ്പം പഠിച്ചതിൽ ഏറ്റവും കുറവ് പ്രഷർ ലോസ് ഉണ്ടാകുന്നത് ഈ ഗേറ്റ് വാൾവിലാണ്. പക്ഷേ ഈ ഗേറ്റ് വാൾവും ബേസിക്കലി ഫുള്ളി ഓപ്പൺ അല്ലെങ്കിൽ ഫുള്ളി ക്ലോസ്ഡ് ഈ കണ്ടീഷൻ വരുമ്പോഴേ സാധാരണ ഗേറ്റ് വാൾവ് യൂസ് ചെയ്യാറുള്ളൂ. കാരണം അല്ലാതെ ഗ്രാജുവലായിട്ട് കൺട്രോൾ ചെയ്യുന്നത് അത്രത്തോളം എഫിഷ്യൻ്റായിട്ട്, വളരെ ഗ്രാജുവലായിട്ട് അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് അത്രത്തോളം എഫിഷ്യൻ്റായിട്ട് ഗേറ്റ് വാൾവ് സാധിക്കത്തില്ല. പറ്റും,
ഫ്ലോ റേറ്റ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിലും അത്രത്തോളം എഫിഷ്യൻ്റ് അല്ല. ഈ ഗേറ്റ് വാൾവ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെമ്പിൻ്റെ എൻഡിൽ ഈ ഒരു ഷേപ്പിലുള്ള ഒരു ബ്ലോക്ക് ആയിരിക്കും ഉള്ളത്. ആ ബ്ലോക്ക് താഴോട്ട് ഇറങ്ങി ഈ താഴെ ഫുള്ളി ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്ലോട്ടും കൂടെ കൊടുത്തിരിക്കും. ആ സ്ലോട്ടിലോട്ടായിരിക്കും ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ലീക്കൊന്നും ഉണ്ടാകത്തില്ല, ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഈ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് മുകളിലോട്ട് അത് മൂവ് ചെയ്യും. ഈ മുകളിലോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ തുടക്കത്തിൽ ചെറിയ ഗ്രാജുവലായിട്ടൊരു കൺട്രോൾ കിട്ടുമെങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലോട്ട് മാറുമ്പോൾ സഡനായിട്ട് ഗ്യാപ്പ് അങ്ങ് ഫുള്ളി അങ്ങ് ഓപ്പൺ ആവും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഇനിഷ്യൽ കണ്ടീഷനിൽ തുടക്കത്തിൽ മാത്രം ചെറിയൊരു ഗ്രാജുവലായിട്ട് അതിനെ നമുക്ക് ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി ഓപ്പൺ എന്ന ഒരു കണ്ടീഷനിലോട്ടങ്ങ് ആയിപ്പോവും. അപ്പോൾ ഇതാണ് ഗേറ്റ് വാൾവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രഷർ ലോസ് വളരെ കുറവാണ്. സെയിം ലൈൻ ഓഫ് ഫ്ലോ ഇതാണ്. ഇൻലെറ്റ് ആ സെയിം ലൈൻ ഓഫ് ഫ്ലോയിൽ തന്നെയാണ് ഔട്ട്ലെറ്റും വരുന്നത്. ആ ഒരു സംഭവം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഫിഗർ കഴിച്ച് വർക്കിംഗ് 2-3 സെൻറ്റൻസിൽ 3-4 സെൻറ്റൻസിൽ എഴുതി തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഫ്ലോ കൺട്രോൾ വാൾവ് എന്ന് പറയുന്ന അതിലുള്ള ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 വാൾവ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയും 2-3 ടൈപ്പ് ഓഫ് വാൾവ്സ് കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കുക. 1-2 എണ്ണവും കൂടെ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് നോക്കാം. താങ്ക് യു.